സുഹൃത്തുക്കളെ 4 വോട്ടുള്ള ഒരു ആളാണ് ഇവിടെ നിൽക്കുന്നത്. രമേശേട്ടാ നമസ്കാരം. ആദ്യം തന്നെ പാലക്കാടിലേക്ക് സ്വാഗതം. സംവിധായകനായി, നടനായി, മിമിക്രി ആർട്ടിസ്റ്റായി ഇപ്പൊ രാഷ്ട്രീയക്കാരനെ എത്തി നിൽക്കുന്നു. എന്താണ് ഇപ്പോൾ ഉള്ള ഒരു ഫീലിംഗ്? ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് സംവിധായകനായി, നടനായി, മിമിക്രി ആർട്ടിസ്റ്റായി എന്നല്ല, മിമിക്രി ആർട്ടിസ്റ്റായി, നടനായി, സംവിധായകനായി, അതാണ് അതിന്റെ ഓർഡർ. അവിടുന്ന് വന്നു. അവിടുന്ന് അതിനിടയിലൊക്കെ ഒരുപാട് കാലം നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായിട്ട് സജീവമായിട്ട് പാർട്ടിയോടൊപ്പം നിന്നിട്ടുള്ള ഒരാളാണ്. ഇപ്പം ഇത്രയും നല്ല ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു നല്ല മണ്ഡലത്തിൽ UDF പോലൊരു പാർട്ടിക്ക് വേണ്ടിയിട്ട് മത്സരിക്കാൻ പറ്റുന്നത് എന്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് കാണാം. തീർച്ചയായും. പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്, പാലക്കാടായിട്ടുള്ള രമേശ് ഇപ്പൊ അറിയിച്ചു നമ്മളെല്ലാരും. ഇതുവരെ അറിയില്ലായിരുന്നു, ഇപ്പൊ എല്ലാരും അറിഞ്ഞു. അതെ. പിന്നെ ഭാവിയിൽ എന്തൊക്കെ പദ്ധതി, എന്തെങ്കിലും മാറ്റം പാലക്കാടിന് വരുത്തണമെന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? ഒരുപാട് കാര്യങ്ങൾ മാറും, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിന്റെ കൂട്ടത്തിൽ നിൽക്കും. ഞാൻ എന്നാൾ പറഞ്ഞതുപോലെ നല്ല കാര്യങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. നല്ലത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വീട് പകുതിയാക്കി നിർത്തുന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്കി പൂർത്തീകരിക്കുക എന്നുള്ളത് എന്റെ ഒരു കർത്തവ്യമാണ്. ഞാനത് ചെയ്യും. നല്ല കാര്യങ്ങളിലെല്ലാം ഞങ്ങളോടൊപ്പം ഇവിടെ തന്നെ ഉറപ്പായിട്ടും കൂടുതലായിട്ട് ശക്തിയുക്തം ഇവിടെ ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞങ്ങളും പാലക്കാട്ടുകാർക്ക് എപ്പോഴാണ് മമ്മൂക്കനെന്ന് കാണാൻ പറ്റുക? എന്തെങ്കിലും ഹോപ്പുണ്ടോ? ഇതുപോലെ ഒരാൾ എന്നോട് ചോദിച്ചതാണ് അദ്ദേഹം വരുമോ എന്നുള്ളത്. ഇപ്പൊ ഞാൻ അത് മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണിച്ചു തരും. പ്രതീക്ഷിക്കലല്ല, ഉറപ്പിക്കാം. താങ്ക് യു വെരി മച്ച്. അപ്പോ ഇന്ന് എന്റെ കൂടെ ഉള്ളത് തരൂര് മണ്ഡലം LDF സ്ഥാനാർത്ഥി MLA കൂടെ ആയിട്ടുള്ള PP സുമോദാണ്. അപ്പൊ സുമോദേട്ടാ നമസ്കാരം. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അപ്പോ നിലവിൽ MLA ആണ്. അപ്പോ ഇനി അടുത്ത ഘട്ടത്തിൽ എന്താണ് പദ്ധതികളൊക്കെ എന്തൊക്കെയാണ്? അടുത്ത ഘട്ടത്തിൽ ഇപ്പൊ തന്നെ ആളുകൾക്ക്, വോട്ടർമാർക്കിടയിൽ ഇറങ്ങി കൂടുതൽ സജീവമായി മുഴുവൻ വോട്ടർമാരെയും കാണാൻ വേണ്ടിയുള്ള പ്രത്യേകമായ പര്യടന പദ്ധതി തന്നെ LDFന്റെ തരൂർ അസംബ്ലി കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ആവശ്യമായ ശ്രദ്ധ വരും ദിവസങ്ങളിൽ ഉണ്ടാവും. എന്തെങ്കിലും സ്വപ്ന പദ്ധതി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സ്വപ്ന പദ്ധതി ഇപ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതികളിൽ ഒന്നായ വ്യവസായ പാർക്ക് 300 ഏക്കർ ഭൂമി കണ്ണമ്പ്രയിൽ അതിഗംഭീരമായി 2ാം ഘട്ടം ഒരുങ്ങുന്നു. ഒരുപക്ഷെ ഈ പാലക്കാട് ജില്ലയിലെ ആയിരക്കണക്കിന് വരുന്ന യുവജനങ്ങൾക്കും അതോടൊപ്പം തന്നെ തദ്ദേശവാസികൾക്കുമെല്ലാം ജോലി ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയായ പദ്ധതി ഈ കാലയളവിൽ തന്നെ പൂർത്തീകരിക്കും. തീർച്ചയായും. അപ്പൊ ഇതൊക്കെയാണ് പദ്ധതികൾ ആവിഷ്കരിച്ചത്. ഇത് മാത്രമല്ല, ഏതാണ്ട് 17 പാലങ്ങൾ, മണ്ഡലത്തിലാകെ കളിക്കളങ്ങൾ, ടൂറിസം പദ്ധതി പ്രത്യേകമായി ഫോക്കസ് ചെയ്യുന്നു. നബാർഡിന്റെ ധനസഹായം 71 കോടി രൂപയുടെ ധനസഹായം വാങ്ങിയെടുത്തുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആധുനിക റൈസ് മിൽ കണ്ണമ്പ്രയിൽ ഉയർന്നു പോകുന്നു. അപ്പോൾ ഒരുപാട് വികസന പദ്ധതികൾ നടക്കാൻ വേണ്ടി പോകുന്നു. ഓക്കെ, അപ്പൊ എല്ലാവിധ ആശംസകളും. താങ്ക് യു. നമസ്കാരം. ഇന്ന് എന്റെ കൂടെ ഉള്ളത് നെന്മാറ മണ്ഡലം LDF സ്ഥാനാർത്ഥി K പ്രേമേട്ടനാണ്. അപ്പൊ പ്രേമേട്ടൻ നമസ്കാരം. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. എത്രത്തോളം ആവേശത്തിലാണ്? നല്ല ആവേശത്തിലാണ്. പരമാവധി ആവേശം എന്ന് പറയില്ലേ, ആവേശത്തിലാണ്. ഓക്കെ, അപ്പൊ നെന്മാറയ്ക്ക് വേണ്ടിയിട്ട് താങ്കളുടെ മനസ്സിൽ ഉള്ള ഇപ്പോൾ ഉള്ള നിലവിലുള്ള പദ്ധതികൾ എന്തൊക്കെയാണ്? ഇപ്പോൾ കഴിഞ്ഞ 20 വർഷമായ മണ്ഡലം ചെന്താമരാട്ടൻ 10 വർഷം MLA ആയിരുന്നു. ഇപ്പൊ നിലവിൽ ബാബുവേട്ടൻ 10 വർഷം MLA ആയി. ആ മണ്ഡലത്തിൽ ഒട്ടനവധി വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ഈ 20 വർഷത്തിനകം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനിയും ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പോൾ ബാബുവേട്ടൻ തുടങ്ങി വെച്ചത് ഇപ്പോൾ വലിയ ഒട്ടനവധി പദ്ധതികൾ ഏറ്റവും അവസാന ഘട്ടത്തിലാണ്. അത് ആദ്യം പൂർത്തീകരിക്കണം. അതിനുശേഷം ആ നാട്ടിലെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് പുതിയ പദ്ധതികൾ രൂപീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യും. ജനങ്ങളുടെ അഭിപ്രായത്തിനാണ് മുൻതൂക്കം കൊടുക്കുന്നത്. UDFന്റെ ഭാഗത്തുനിന്ന് ഒരു വെല്ലുവിളി ഉയർത്തും എന്ന് തോന്നുന്നുണ്ടോ? ഞങ്ങൾക്ക് അങ്ങനെ ഒരു വെല്ലുവിളി ഉയർത്തുമെന്ന് തോന്നലില്ല. ആ മണ്ഡലം LDFനോടൊപ്പം കഴിഞ്ഞ 20 വർഷം ഒരു ചാഞ്ചാട്ടവും ഇല്ലാതെ അടിയുറച്ചു നിന്ന അനുഭവം ഞങ്ങൾക്കുണ്ട്. പിന്നെ ഇപ്പോഴാണെങ്കിൽ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം LDF സർക്കാർ നടപ്പിലാക്കിയ വികസന ക്ഷേമ നേട്ടങ്ങൾ ഊന്നി പറഞ്ഞുകൊണ്ട് വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ജനങ്ങളെ സമീപിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഇപ്പൊ എന്നോടൊപ്പം ചെന്താമരാട്ടനും ബാബുവേട്ടനും കൂടെ തന്നെ ഉണ്ട്. പിന്നെ പാർട്ടി സെക്രട്ടറി സഖാവ് രമാധരൻ ഉൾപ്പെടെയുള്ള ഏരിയ കമ്മിറ്റിയുടെ നേതാക്കന്മാര്, ബ്ലോക്ക് പ്രസിഡന്റ്, ജനപ്രതിനിധിമാർ ഉൾപ്പെടെയുള്ള എല്ലാവരും കൂടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഒരു മനസ്സോടുകൂടി ഇറങ്ങുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇത് 3 തലമുറകളെ പ്രതിനിധീകരിക്കുന്നതാണ്. 1, 2, 3. ലാൽ സലാം.